ഇന്ന് ഞായറാഴ്ചത്തെ എൻ്റെ ധ്യാനത്തിനായിട്ട് ഞാൻ എടുക്കുന്ന വാക്യം സങ്കീർത്തനം 121 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് ആ അധ്യായം മൊത്തം ഞാൻ എടുക്കുക. അതിൽ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഒരു ഭക്തൻ, യഹോവ ഭക്തനായ ഒരു പുരുഷൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തോട് അവൻ്റെ പ്രാർത്ഥന കഴിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അതെ, എൻ്റെ കണ്ണ് ഞാൻ ഉയരത്തിലേക്ക്, ദൈവം വസിക്കുന്ന ഉന്നതമായ സ്ഥലത്തേക്ക്, ഉത്തരഗിരിയായ സിയോനിലേക്ക് തന്നെ എൻ്റെ കണ്ണിനെ ഞാൻ ഉയർത്തുന്നു. ഞാൻ ഭക്തനെങ്കിലും ഞാൻ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, പിതാവേ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അത് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത വാക്യത്തിൽ പറയുക, പരിശുദ്ധാത്മാവ് തന്നെ പറയുക, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതെ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇത് കേൾക്കുന്ന ഏതൊരു കേൾവിക്കാരനും നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാവാം. നിങ്ങളുടെ കാൽ വഴുതുന്നെന്ന് നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ സമൂഹം, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യം നിങ്ങളെ നോക്കി പറയും, നിൻ്റെ കാൽ വഴുതുന്നു. അതെ, നിൻ്റെ കാൽ വഴുതുന്നു, നീ വീഴാൻ പോകുന്നു. നിനക്കാര് സഹായം അയച്ചു തരും? നിനക്കാര് സഹായം അയച്ചു നൽകും? ഈ ഭൂമിയിൽ നിന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. നിൻ്റെ ഹൃദയം തന്നെ നിന്നോട് ചോദിക്കും, നിന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. ഈ നിമിഷം നിന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. നീ കണ്ണുനീരോടെ ചോദിക്കും, എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എന്നെ രക്ഷിപ്പാൻ, എന്നെ വിടുവിപ്പാൻ ആരുമില്ലല്ലോ. ഇതാ ഞാൻ എൻ്റെ ചുറ്റും നോക്കുന്നു, എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്നെ നോക്കി ചോദിക്കുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. ഞാൻ വഴുതി വീഴുവാൻ തുടങ്ങുന്നു. എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ സാധ്യതകളെല്ലാം പറയുന്നു, സാഹചര്യങ്ങളെല്ലാം പറയുന്നു, നീ ഇതാ വഴുതി വീഴുവാൻ പോകുന്നു, നീ വലിയൊരു വീഴ്ചയിലേക്ക് വീഴാൻ പോകുന്നു. പക്ഷേ ദൈവവിശ്വാസിയായ ഭക്തൻ അവനിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ, അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ചിഹ്നം സാത്താൻ കൊണ്ടുവരുമ്പോൾ, അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിചാരം സാത്താൻ വിതയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ മറുപടി നൽകുക, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആരിൽ നിന്നാണ് എൻ്റെ സഹായം വരുന്നത്? മനുഷ്യനിൽ നിന്നല്ല, കേവലം ഒരു മനുഷ്യനിൽ നിന്നല്ല, സൃഷ്ടിയായ മനുഷ്യനിൽ നിന്നോ മൃഗജാതികളിൽ നിന്നോ അല്ല, അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നല്ല, ജീവനുള്ളതോ ജീവനില്ലാത്തതോ സൃഷ്ടികളിൽ നിന്നല്ല എൻ്റെ സഹായം വരുന്നത്. എൻ്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. അതെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാകുന്നു എൻ്റെ സഹായം. അതിനാൽ എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. അതെ, ആ ദൈവം എൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. എന്നെ വെല്ലുവിളിക്കുന്ന സാഹചര്യമേ, എന്നെ വെല്ലുവിളിക്കുന്ന പ്രതിസന്ധിയെ, എൻ്റെ കാൽ വഴുതുവാൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ ഇസ്രായേലിനെ കാക്കുന്നവനാകുന്നു. അതെ, പലപ്പോഴും യുദ്ധം നടക്കുമ്പോൾ, പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും പറയും ഇസ്രായേൽ ചെയ്ത് തെറ്റാണ്. ഈ ഭൗതിക ഇസ്രായേലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ചെയ്ത് തെറ്റാണ്, അവർ ഭാഗത്ത് തെറ്റുണ്ടോ? റസല ശന്തന, അവർ തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ കയറി അങ്ങോട്ട് ആക്രമിക്കുന്നു. പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്,
എന്നാൽ അന്ന് മുതൽ ഇസ്രായേലിനെ എന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചു അന്ന് മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ യേശുവിൻ്റെ മടങ്ങിവരവ് വരെ ഇസ്രായേലിൻ്റെ സംരക്ഷകൻ യഹോവയായ ദൈവമാകുന്നു. ജീവനുള്ളവരുടെ ജീവനുള്ള ദൈവമായ യഹോവയാകുന്നു. ആ ആത്മീയ ഇസ്രായേലിനും അക്ഷരികമായ ഇസ്രായേലിനും എന്നും എന്നേക്കും പരിപാലകൻ യഹോവയാകുന്നു. യഹോവ നിന്നെ കാക്കുന്നുണ്ട്. അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അവൻ നിൻ്റെ പരിപാലനമായിട്ട് നിൻ്റെ വലത് ഭാഗത്ത് തന്നെ നിനക്ക് തണലായി നിൽക്കുന്നു. അതെ, നിനക്ക് തണലായിട്ട് അവൻ നിൽക്കുന്നു. നിൻ്റെ വലതു ഭാഗത്താണ് നിൻ്റെ ദൈവം നിൽക്കേണ്ടത്. അതെ, നിൻ്റെ ഇടതു ഭാഗത്തേക്ക് നീ ദൈവത്തെ എടുത്ത് മാറ്റിയാൽ നിൻ്റെ തണൽ അസ്തമിക്കും, നിൻ്റെ ജീവിതം അന്ധകാരത്തിലേക്ക് കടക്കും. എന്നാൽ നിൻ്റെ ദൈവം നിൽക്കേണ്ടത് നിൻ്റെ വലതു ഭാഗത്താണ്. നിൻ്റെ വലതു ഭാഗത്ത് നീ ദൈവത്തെ നിർത്താൻ തയ്യാറാകുമ്പോൾ അവൻ നിനക്ക് തണലായിട്ട് വരും. അവൻ നിനക്ക് പരിപാലകനായിട്ട് വരും. നിൻ്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ രോഗാവസ്ഥയിൽ അവൻ തണലായി നിൽക്കും. നിൻ്റെ ബലഹീന അവസ്ഥയിൽ അവൻ നിനക്ക് ബലമായിട്ട് നിൽക്കും. നിൻ്റെ ദൈവത്തെ നീ നിൻ്റെ വലതു ഭാഗത്ത് വെച്ച് കൊള്ളുക. അതെ, നിൻ്റെ ദൈവത്തെ നീ വലതു ഭാഗത്ത് വെച്ച് കൊള്ളുക. അവൻ നിനക്ക് തണലായിട്ട് നിൽക്കും. നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, നിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ, നിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകൾ, വിടുതൽ കിട്ടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതേ, കടത്തിൻ്റെതായിട്ടുള്ള കെണികൾ, ഇതെല്ലാം മാറ്റുവാൻ ഒരു ദൈവത്തിനെ കഴിയൂ. അത് മനുഷ്യർ സൃഷ്ടിച്ച ദൈവത്തിനല്ല, സർവത്തെ സൃഷ്ടിച്ച ദൈവത്തിനത്രേ. അതെ, മനുഷ്യർ സൃഷ്ടിച്ച ദൈവത്തിനല്ല. ആകാശവും ഭൂമിയെ നോക്കി മനുഷ്യർ സൃഷ്ടിച്ച ദൈവത്തിനല്ല നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നത്. നിൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാതെ മനുഷ്യ സൃഷ്ടിച്ച ദൈവങ്ങൾക്ക്, ആകാശ സൈന്യങ്ങൾക്ക് ഒരിക്കലും നിൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. നിൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രം, സ്വർഗങ്ങളിൽ വസിക്കുന്ന യഹോവയായ ദൈവത്തിന് മാത്രമേ നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂ. നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു വിടുതൽ വേണമെങ്കിൽ, നിൻ്റെ അപേക്ഷ, നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ യാചന കേൾക്കണമെങ്കിൽ, നിൻ്റെ കുടുംബത്തിനൊരു മുന്നേറ്റം വേണമെങ്കിൽ, നിനക്കൊരു മുൻപോട്ടൊരു എഴുന്നേറ്റം വേണമെങ്കിൽ, നിനക്ക് എഴുന്നേറ്റ് നിവർന്നു നിൽക്കണമെങ്കിൽ, നിന്നെ സഹായിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന പരിപാലകനെ, യഥാർത്ഥ പരിപാലകനെ നീ കണ്ടെത്തണം. അത് മനുഷ്യരല്ല. നിന്നെ പരിപാലിക്കുന്ന നിൻ്റെ നിഴൽ, നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന നിൻ്റെ നിഴൽ, അത് നിൻ്റെ നിഴൽ എന്ന് നീ കരുതും. പക്ഷേ അത് നിൻ്റെ നിഴലല്ല, അത് നിൻ്റെ ദൈവത്തിൻ്റെ നിഴലാണ്. ആരാണ് നിൻ്റെ ദൈവം? ജീവനുള്ള ദൈവം. അതേ, സർവ്വസൃഷ്ടിയുടെയും ദൈവം അവനത്രേ. അവൻ്റെ നാമം യഹോവ എന്നത്രേ. അവനിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക. റസല ശന്തന. അവനിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അത് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും ഒരു നാളും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അവനെ മുറുകെ പിൻപറ്റുന്ന ഒരുവനും. പക്ഷേ അവനെ നീ പിന്നിൽ നിർത്തിയാൽ, നിൻ്റെ പിന്നിൽ നിൻ്റെ ദൈവത്തെ നിർത്തിയാൽ നീ ലജ്ജിച്ചു പോകും. നിൻ്റെ മുൻപിൽ, അതെ, നിൻ്റെ വലതുഭാഗത്ത് നിൻ്റെ മുൻപിൽ തന്നെ നീ നിൻ്റെ ദൈവത്തെ നിർത്തണം, യഹോവയായ ദൈവത്തെ. നീ ഏത് പ്രതിസന്ധി കൂടെ കടന്നു പോയാലും, നിൻ്റെ ബാധ്യത എന്ത് തന്നെയാണെങ്കിലും, ഉയരില്ല എന്ന് നിന്നെ നോക്കി ശത്രു അലമുറയിട്ട് അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ ആ ഒരവസ്ഥയിൽ നിൻ്റെ വേദന കണ്ടിട്ട്, റസല ശന്തന, നിൻ്റെ രോഗത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് നിൻ്റെ ശത്രു നിന്നെ നോക്കി ആനന്ദ കണ്ണുനീർ പൊഴിക്കുമ്പോൾ, നിൻ്റെ കണ്ണുനീർ നിൻ്റെ ശത്രുവിന് ആനന്ദ കണ്ണുനീരാകുമ്പോൾ നീ ഓർത്തുകൊള്ളുക, റസല ശന്തന, ഇത് കാണുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന്, ഇത് കാണുന്ന യഹോവ എന്ന നാമമുണ്ടെന്ന് നീ അറിഞ്ഞുകൊള്ളുക. സകലരെയും നോക്കി, സകലരുടെയും അധർമ്മത്തെയും ധർമ്മത്തെയും നീതിയെയും അനീതിയെ നോക്കി, റസല ശന്തന, വിധിക്കാൻ ശേഷിയുള്ള സകലത്തിൻ്റെ ഉടയവനായ ഒരുവൻ നിനക്ക് മീതെ, റസല ശന്തന, ആകാശത്തിന് മീതെ, ഈ സൂര്യചന്ദ്ര ഗോളങ്ങൾക്ക് മീതെ ഉണ്ട് എന്ന് നീ അറിഞ്ഞുകൊള്ളുക. നിന്നെ നോക്കി പ്രാർത്ഥനകൾ നടത്തുന്ന, നിന്നെ നോക്കി യാചനകൾ നടത്തുന്ന, നിന്നെ നോക്കി ആ വിചാരക്രിയകൾ നടത്തുന്ന ഏതൊരു
മനുഷ്യൻ്റെ മേലും യഹോവയുടെ ദൃഷ്ടിയുണ്ടെന്ന്, സൃഷ്ടാവിൻ്റെ ദൃഷ്ടിയുണ്ടെന്ന് അറിഞ്ഞു കൊള്ളുക. നിനക്ക് ശോധനയുണ്ട്, അതെ, ക്രിസ്തുമാർഗത്തിൽ ശോധനയുണ്ട്, ക്രിസ്തുമാർഗത്തിൽ പീഡകളുണ്ട്, ക്രിസ്തുമാർഗത്തിൽ ദാരിദ്ര്യം ഉണ്ട്. അതെ, ദാരിദ്ര്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാം പൂർണ്ണമല്ല, ക്രിസ്തുമാർഗത്തിലെല്ലാം പൂർണ്ണമല്ല. എന്നാൽ ക്രിസ്തുവിലൊരു സ്വാതന്ത്ര്യമുണ്ട്, ക്രിസ്തുവിലൊരു വിടുതലുണ്ട്, ക്രിസ്തുവിലൊരു സമ്പന്നതയുണ്ട്, ക്രിസ്തുവിലൊരു സമാധാനമുണ്ട്. അതെ, ക്രിസ്തുവിൽ ആയിച്ചേരുമ്പോൾ, ക്രിസ്തുവിലേക്ക് നാം ആയിച്ചേരുമ്പോൾ, അവൻ നമ്മിൽ വസിക്കുമ്പോൾ, നാം അവനിൽ വസിക്കുമ്പോൾ നമ്മിൽ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം വരും. നമ്മുടെ ബാധ്യതകൾ നമ്മൾ ചുമരിൽ, നമ്മുടെ തോളത്ത് ഇരിക്കുന്ന, നമ്മളുടെ ചുമലിന്മേലിരിക്കുന്ന ബാധ്യത അവൻ്റെ മേൽ, അതെ, നിൻ്റെ ഭാരം അവൻ്റെ മേൽ വെച്ചു കൊള്ളുക എന്നാണ് ബൈബിൾ പറഞ്ഞത്. യഹോവയുടെ മേൽ ഇട്ട് കൊള്ളുക എന്നാണ്, അവനത് വഹിച്ചു കൊള്ളും. അപ്പോൾ യഹോവ ഭക്തനെക്കുറിച്ച് മറ്റൊരിടത്ത് ബൈബിളിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, യഹോവ ഭക്തൻ്റെ വാർദ്ധക്യത്തിൽ, അവന് വാർദ്ധക്യം വരുമ്പോൾ അവനെ ചുമക്കുമെന്നാണ് പറയുന്നത്. യഹോവ തന്നെ അവനെ ചുമക്കുമെന്നാണ് പറയുന്നത്, യഹോവ ഭക്തനായ ഒരു മനുഷ്യനെ. അതെ, യഹോവ ഭക്തനായിട്ടിരുന്ന് യഹോവയെ നിൻ്റെ മുൻഭാഗത്ത് വെച്ച്, നിൻ്റെ വലതുഭാഗത്ത് വെച്ച്, നിൻ്റെ മുൻപിൽ വെച്ച്, നിൻ്റെ ദൈവത്തെ മുമ്പിൽ വെച്ച് നീ സഞ്ചരിക്കുകയാണെങ്കിൽ നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, നീ ഒരു നാളും വീണു പോകുകയില്ല. നീ വീണു പോകുമെന്ന് പറഞ്ഞ സാധ്യതകൾ, സാഹചര്യങ്ങൾ, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു, നീ മണ്ണിനടിയിൽ ആകുമെന്ന് പറഞ്ഞാൽ പലരും ഇന്ന് മണ്ണിനടിയിലായിട്ടുണ്ട്. റസല ശന്തന, ഇന്ന് പലരും മണ്ണിനടിയിലായിട്ടുണ്ട്. പക്ഷേ റബല ശന്തന, നീ അതറിയുന്നില്ലെന്നേ ഉള്ളൂ. റബല ശന്തന മന, നീ അറിഞ്ഞുകൊള്ളുക. റസല ശന്തന, നീ മണ്ണിനടിയിലാകുമെന്ന് പറഞ്ഞാൽ പലരും ഇന്ന് മണ്ണിനടിയിലായിട്ടുണ്ട്. നീ അവരെ അറിയുന്നില്ലെങ്കിലും നിൻ്റെ സൃഷ്ടാവ് അവരെ അറിയുന്നുണ്ട്. നീ അവരെ കാണുന്നില്ല എങ്കിലും, നീ അവരെ കേൾക്കുന്നില്ല എങ്കിലും നിൻ്റെ സൃഷ്ടാവ് അവരെ കാണുന്നു, കേൾക്കുന്നുണ്ട്. അത് നീ അറിഞ്ഞുകൊള്ളുക. റസല ശന്തന, നീ വീഴുമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന്, നിൻ്റെ മരണം വന്ന് ഇതാ പിടിപെടുന്നു എന്ന് നീ ഭയപ്പെടുന്ന നാളിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനായ ഒരു നാമമേ ഉള്ളൂ. അത് അവൻ്റെ നാമം യഹോവയത്ര, അവൻ്റെ നാമം യഹോവയത്ര, ജീവനുള്ളവരുടെ ജീവനുള്ള ദൈവമായ യഹോവയത്ര. അത് ഈ അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് അവൻ്റെ നാമം യഹോവയത്ര, അവൻ്റെ നാമം യഹോവയത്ര. അത് സൃഷ്ടാവായ ദൈവം തന്നെ, അവൻ തന്നെ പുത്രനായി അവതരിച്ചു, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. റസല ശന്തന, കേൾവിക്കാരായ നിനക്കും എനിക്കും വേണ്ടി. അതെ, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതെ, അവിടുന്ന് അവതരിച്ചു മനുഷ്യനായി, അവിടുന്ന് രക്തം ചൊരിഞ്ഞു, എനിക്ക് വേണ്ടി മാത്രമല്ല, കേൾവിക്കാരനായ നിനക്ക് വേണ്ടി, നിൻ്റെ ഭവനത്തിൻ്റെ ഒരു വിടുതലിന് വേണ്ടി, നിൻ്റെ ഭാവിക്ക് വേണ്ടി, അതെ, നിൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, നിൻ്റെ ആയുസ്സിന് വേണ്ടി, നിൻ്റെ പൂർണ്ണമായ നിത്യമായ സമാധാനത്തിന് വേണ്ടി, ആ ഒരു ശാന്തതയുടെ തീരത്തേക്ക് നിന്നെ എത്തിക്കുവാൻ വേണ്ടി അവൻ്റെ സ്വന്തം രക്തത്തെ, സ്വന്തം പ്രാണനെ പോലും നിനക്ക് വേണ്ടി ത്യജിച്ചു കളഞ്ഞു. റസല ശാന്തന, ഏത് പിതാവ്, ഏത് പുത്രൻ, ഏത് മനുഷ്യൻ, ഏത് ജീവജാലം സ്വന്തം പ്രാണനെ ത്യജിച്ചു കളഞ്ഞിട്ട് സ്വന്തം രക്തത്തെ വിലയില്ലാതെ ആക്കിയിട്ട്, ഏറ്റവും വിലയുള്ള രക്തത്തെ ഒട്ടും വിലയില്ലാതെ റസല ശാന്തന മന റസല സൃഷ്ടിക്ക് മുമ്പിൽ ഒഴുക്കുവാൻ ഏതൊരു ശക്തിക്ക് അല്ലെങ്കിൽ ഏതൊരു സൃഷ്ടിക്ക് കഴിയും? ഒരു സൃഷ്ടിക്കും കഴിയുകയില്ല, ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ പ്രപഞ്ചത്തിൽ കഴിയുന്നത് റസല ശാന്തന ഒരൊറ്റ ശക്തിക്ക് മാത്രമേ കഴിയൂ. അത് സത്യം വെളിച്ചമാകുന്ന യേശു ക്രിസ്തു മാത്രം, നസറനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. റസല സ്വന്തം രക്തത്തെ പോലും ദാനമായി നൽകിയിട്ട്, അത് മാത്രമേ, അവിടത്തേക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. റസല ശാന്തന സ്വന്തം രക്തത്തെയും കൂടെ നൽകിയിട്ട്, സ്വന്തം പ്രാണനെയും കൂടെ നൽകിയിട്ട് വീണ്ടെടുപ്പ് നൽകാൻ. റസല ശാന്തന ഒരു വീണ്ടെടുപ്പിൻ്റെ വിലയായിട്ട് ഒരു മൃഗത്തെയല്ല, യാഗമായിട്ട് ഒരു മൃഗത്തെയല്ല നൽകിയത്, ഒരു യാഗവസ്തുവിനെയല്ല നൽകിയത്, ജീവനുള്ള സ്വന്തം ശരീരത്തെ, ജീവനുള്ള സ്വന്തം രക്തത്തെ തന്നെ നൽകി. റസല ശാന്തന അനേകരെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് വേണ്ടി സ്വന്തം ജീവനെ തന്നെ നൽകിയ ഒരു ദൈവം റസല ശാന്തന, മറ്റൊരു ദൈവമില്ല. റസല ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ മറ്റൊരു ദൈവമില്ല. റസല ബല ശാന്തന ഈ പ്രപഞ്ചഗോളങ്ങളിലൊന്നും മറ്റൊരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇതുപോലൊരു ദൈവത്തെ, ഇത്രയധികം ഒരു ഭക്തനെ, തന്നെ സ്നേഹിക്കുന്ന, തന്നെ സേവിക്കുന്ന, തന്നെ ആരാധിക്കുന്ന ഒരു ഭക്തനെ റസല ശാന്തന ഇത്രത്തോളം റസല ശാന്തന ഇത്രത്തോളം വില നൽകി റസല ശാന്തന വീണ്ടെടുക്കുന്ന ഒരു ദൈവം അത് റസല ശാന്തന ക്രൂസിലല്ലാതെ, അതെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ വേറൊരു ദൈവമില്ല. റസല ശാന്തന റസല ബല ശാന്തന അറിഞ്ഞുകൊള്ളുക. റസല നിൻ്റെ ബാധ്യത, നിൻ്റെ
ഇപ്പോഴുള്ള നിൻ്റെ മുന്നിലുള്ള പ്രശ്നം രോഗമായിരിക്കാം, റസല ശന്തന കടക്കിണിയായിരിക്കാം, റസല നീ എഴുതിയിട്ട് നിൽക്കുന്ന നിൻ്റെ പരീക്ഷയായിരിക്കാം, റസല ശന്തന അതിൽ നിന്ന് നിനക്ക് വിടുതൽ വേണമെങ്കിൽ, അതിൽ നിന്ന് നിനക്കൊരു മോചനം വേണമെങ്കിൽ, അതിൽ നിന്ന് നിനക്ക് കര കയറണമെങ്കിൽ, അതിൽ നിന്ന് നിനക്ക് വിജയിക്കണമെങ്കിൽ, അതെ വിശ്വാസത്തോടെ നീ നിൻ്റെ ദൈവത്തെ, യഹോവയായ ദൈവത്തെ നീ മുന്നിൽ വെച്ച് കൊടുക്കുക. അത് യേശു ക്രിസ്തുവിനെ റസല ശന്തന യേശു ക്രിസ്തുവിനെ നീ വിശ്വസിച്ച് അവനെ നിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കുക. അവനെ നീ നിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കൊടുക്കുക. അവനെ നീ നിൻ്റെ വിടുതലിൻ്റെ റസല ശന്തന വിടുതലിൻ്റെ ദൈവമേ സ്തോത്രം രക്ഷയായിട്ട്, ആ വിടുതലിൻ്റെ രക്ഷാമാർഗമായിട്ട്, അതേ വഴിയായിട്ട് ഞാൻ തന്നെ, യേശു ക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവനെ നിൻ്റെ വിടുതലിൻ്റെ വഴിയായിട്ട്, ജീവനായിട്ട്, നിത്യജീവനായിട്ട് കരുതിയ റസല ശന്തന നീ കടക്കുന്നത് ഏത് സമുദ്രമാണെങ്കിലും, ചെങ്കടലാണെങ്കിലും, റസല ശന്തന അല്ല അതിലും വലിയ പസഫിക് സമുദ്രമാണെങ്കിലും, അവ നിൻ്റെ മുമ്പിൽ വഴി മാറും. അവ രണ്ടായി പിരിഞ്ഞ് വഴി മാറും. റസല ശന്തന ആ വഴി നീ കരുതും പിറകിൽ എനിക്ക് പിറകിൽ വലിയൊരു സൈന്യം നിൽക്കുന്നു, അവർ എന്നെ റസല ശന്തന കൊന്നുകളയാൻ വേണ്ടി കാത്തിരിക്കുന്നു. റസല ശന്തന എൻ്റെ ചുവടുകൾക്ക് കെണിയൊരുക്കി കാത്തിരിക്കുന്നു വലിയൊരു സൈന്യം. മുൻപിൽ വലിയൊരു സമുദ്രവും നിൽക്കുന്നു. ഞാൻ എങ്ങോട്ട് പോകും? റസല ശന്തന നീ അപേക്ഷിക്കുന്നു, നീ കേഴുന്നു. റസല ശന്തന നീ നിൻ്റെ ദൈവത്തോട് നിൻ്റെ കണ്ണുയർത്തേണ്ടത് പർവ്വതങ്ങളിലേക്ക് തന്നെ. നിൻ്റെ കണ്ണ് നീ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി നിൻ്റെ ദൈവത്തോട് നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ നിമിഷം റസല നീ മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, ആരാധനയുടെ സ്തുതിയുടെ നാമം യഹൂദൻ എന്നാകുന്നു. നീ ഒരു യഹൂദനാകുവാൻ തയ്യാറാവുകയാണെങ്കിൽ, നീ ഒരു ഇസ്രായേലിനാവാൻ തയ്യാറാവുകയാണെങ്കിൽ, നീ ഒരു യഹൂദനാവാൻ തയ്യാറാവുകയാണെങ്കിൽ, ഈ നിമിഷം നിന്നെ റസല ശന്തന മുടിപ്പിക്കുമെന്നും കരുതി വരുന്ന ഏതൊരു സൈന്യവും, ആകാശ സൈന്യമായിക്കോട്ടെ, ഭൂമിയിലുള്ള സൈന്യമായിക്കോട്ടെ, അവയെ ചിതറിപ്പിച്ച് കളയാൻ ശത്രു നിൻ്റെ നേരെ 7 വഴിയായിട്ടും 70 വഴിയായിട്ടും വന്നാൽ 7000 വഴിയായിട്ട് ചിതറിച്ച് കളയാൻ ശക്തനത്രയെന്ന് നിൻ്റെ ദൈവത്തെ നീ വിശ്വസ്തയോടെ ഏറ്റെടുത്ത ഈ മാനസാന്തരപ്പെട്ട് നിൻ്റെ ആത്മാവിനെ നീ പുതുക്കി മാനസാന്തരത്തിലേക്ക് നീ നിൻ്റെ ജീവനെ പ്രവേശിപ്പിച്ചാൽ, നിൻ്റെ നിത്യജീവനിലേക്ക് നിൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ, റസല ശന്തന നിനക്ക് വിടുതൽ നൽകും. നിനക്ക് ഭൂമിയിലെ കെട്ടുകൾ, നിൻ്റെ മേലുള്ള സകല കെട്ടുകളും, നിൻ്റെ മേലുള്ള സകല ബാധ്യതകളും, നിൻ്റെ മേലുള്ള സകല ഭാരങ്ങളും റസല ശന്തന നിൻ്റെ ദൈവം ചുമക്കും. റസല ശന്തന അവൻ നിനക്ക് മുൻപടയായിട്ട് പോകും. അവൻ നിനക്ക് മുൻപടയും പിൻപടയായിട്ട് പോകും. റസല ശന്തന നീ ഒരു യഹൂദനാവാൻ തയ്യാറായാൽ മതി. യഹൂദൻ്റെ അർത്ഥം സ്തുതി, ആരാധന എന്നാവുന്നു. ദൈവത്തെ സ്തുതിക്കുന്നവനാണ് യഹൂദൻ, ദൈവത്തെ ആരാധിക്കുന്നവനാണ് യഹൂദൻ. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് യഹൂദൻ ബാലസിംഹമെന്ന്, കടിച്ചു കീറുന്ന ബാലസിംഹമെന്ന് പറയുന്നുണ്ട്. കടിച്ചു കീറുന്ന ബാലസിംഹമാകുന്ന യഹൂദൻ. ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. യഹൂദൻ്റെ കൈ, സ്തുതിക്കുന്നവൻ്റെ കൈ എപ്പോഴും ശത്രുവിൻ്റെ കഴുത്തിന്മേലിരിക്കുന്നു. സ്തുതിക്കുന്നവൻ്റെ കൈ എപ്പോഴും ശത്രുവിൻ്റെ കഴുത്തിന്മേലിരിക്കുന്നു. സ്തുതിക്കുന്നവൻ്റെ കൈ എപ്പോഴും അവൻ്റെ ശത്രുവിൻ്റെ കഴുത്തിന്മേലിരിക്കുന്നു. ഒരു ശത്രുവിനെയും നിന്നെ ഒതുക്കാൻ, ഒരു ശത്രുവിനെ നിന്നെ തകർത്ത് കളയാൻ, ഒരു ശത്രുവിനെ നിന്നെ മുടിച്ചു കളയാൻ ദൈവം വിട്ടുകൊടുക്കില്ല. റസല ശന്തന നീ ആരാധിച്ചാൽ മതി, നിൻ്റെ ദൈവത്തെ നീ ആരാധിച്ചാൽ മതി. വിശ്വാസത്തോടുകൂടി നീ വിശ്വസിച്ചാൽ ഒരു ശത്രുവിനെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, ഒരു നാളും സമ്മതിക്കുകയില്ല നിൻ്റെ ദൈവം. എന്നാൽ സങ്കീർത്തനം മറ്റ് ഒരു ഭാഗത്ത് പറയുന്നു. സങ്കീർത്തനം 124:7 പറയുന്നു. സങ്കീർത്തനം 124:7 പറയുന്നത് എന്താണ്? വേട്ടക്കാരുടെ കിണയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. വേട്ടക്കാരൻ കെണി വെച്ച് ഒരു പക്ഷിയെ പിടിക്കുന്ന പോലെ, ഒരു കുഞ്ഞ് ജീവനായ ഒരു പക്ഷിയെ പിടിക്കുന്ന പോലെ നിന്നെ പിടിക്കാൻ വേണ്ടി പിന്തുടർന്ന് വന്ന് നിനക്ക് ചുറ്റും കെണി വയ്ക്കുമ്പോഴും ആ കെണിയെ ദൈവം പൊട്ടിച്ചിട്ട് ആ കെണിയെ ദൈവം എടുത്തു മാറ്റിയിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നു. അവിടെയും പറയുന്നു, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നുവെന്ന്. നമ്മുടെ സഹായം എപ്പോഴും യഹോവയുടെ നാമത്തിലിരിക്കണം. നാം എപ്പോഴും യഹോവയുടെ നാമത്തിലായിരിക്കണം യാചനകൾ കഴിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ നസ്രായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം. പുത്രൻ്റെയും പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നാം അപേക്ഷിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും ദൈവം നമുക്ക് സാധിച്ചു നൽകും. വിശ്വസ്തയോടുകൂടി നാം നമ്മുടെ
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.